ഗൈസ്, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാനിപ്പം നൈറ്റില് ഒരു സ്ഥലത്തേക്ക് പോവാൻ പോവാണ്. തംബ്നെയിൽ കണ്ടിട്ട് മിക്കവാറും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്ഥലം എന്നുള്ളത്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോ നിങ്ങൾ നമ്മളെ കൂടെ വായോ. ഞാനും അർഷിയും കുഞ്ഞൂട്ടനും ഞങ്ങൾ 3 പേരും കൂടിയാ പോകുന്നത്. അപ്പൊ നൈറ്റ് പോയാലേ അതിന്റെ ഒരു രസം ഉണ്ടാവൂ. അതുകൊണ്ടാണ് നൈറ്റ് തന്നെ പോകുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഇവിടെയാണ് നമ്മുടെ ഫ്രണ്ട് ക്യാമറ ആയിട്ട് പറഞ്ഞത്. ഇപ്പൊ ഞാൻ കാണിച്ച സ്ഥലമാണ് വടക്കൻ സെൽഫിയില് നിവിൻ പോളിന്റെ ഫസ്റ്റ് എൻട്രിയില് വരുന്ന ആ സ്ഥലം. അയ്യോ സോറി, നിവിൻ പോളി കോളേജിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പം ബസ് ഇറങ്ങുന്ന സ്ഥലമാട്ടാ, മാറിപ്പോയതാണ്. ഓക്കെ, സാധാരണ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ടൈമേ വേണ്ടു പോവാൻ വേണ്ടിട്ട്. പക്ഷെ ഇപ്പൊ ഹൈവേന്റെ പണി നടക്കുന്നോണ്ട് നമുക്ക് വളഞ്ഞിട്ട് ഭയങ്കര ദൂരമുണ്ട് പോവാൻ. അപ്പൊ വഴി തെറ്റിയോ ഇല്ലയോ എന്നുള്ള നോക്കുന്ന. ആ, ഹൈവേ കയറിയാലോ ദൂരല്ലേ? ഹൈവേ കയറിയാല് യൂ ടേൺ എടുക്കണോ? ഇവള് പറയുന്നത് നമ്മള് ഹൈവേയില് മറ്റേ വഴി പോയാലും ചുറ്റി പോണെന്നാണ്. പിന്നെ ഞാൻ കൊറേ നാളായിട്ട് പോവാത്തോണ്ട് എനക്കറിയില്ല. ഞാൻ പോയിട്ട് 1 കൊല്ലാറ്റായി. അതുകൊണ്ട് കറക്റ്റ് എനക്കറിയൊന്നുമില്ല. ഇപ്പൊ ഹൈവേന്റെ പണിയെല്ലാം നടന്ന് പൂർത്തിയായത് കൊണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല ഏത് വഴി പോണോ ഏതെല്ലാന്നുള്ള. മുമ്പേ പോയിരുന്ന വഴിയെല്ലാം പോവാൻ പറ്റുമോന്ന് എനക്കറിയില്ല. പിന്നെ ഇവളെപ്പോ പോന്നോണ്ട് എക്സ്പേർട്ട് പറഞ്ഞാ പിന്നെ എന്നെ കാണുന്നില്ലല്ലോ. എക്സ്പേർട്ട് പറഞ്ഞാ പിന്നെ നമുക്ക് മറിച്ചൊരു വാക്കില്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ ഓള് പറയുന്ന പോലെ തന്നെ പോവാം. ഇവിടെ ഒരു 10 മിനിറ്റ് നമുക്ക് നിൽക്കേണ്ടി വന്നേന്. കുറച്ച് ചെറിയൊരു ബ്ലോക്കായിന്. ഈ വഴി തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടാ. ഇതിന്റെ ബാക്കിലെല്ലാം വണ്ടി വരുന്നുണ്ടോ? അപ്പൊ മെയിൻ വഴി എന്ത് ബ്ലോക്ക് ആയിരിക്കും. നമ്മൾ നേരത്തെ വരാന്ന് വിചാരിച്ചേ. അപ്പൊ നമ്മൾ ഇത്ര നേരമായിട്ട് പറഞ്ഞിട്ടില്ല എവിടെയാ വരുന്നുള്ള. അപ്പൊ നമ്മൾ വന്നിട്ടുള്ള മുഴപ്പിലങ്ങാട് ബീച്ച് ഇപ്പൊ പുതിയതായിട്ട് ഓപ്പൺ ആയിട്ടുള്ള വാക്ക് വേയിലേക്കാണ്. അപ്പൊ ഇത് ഓപ്പൺ ആയിട്ട് ഒരാഴ്ച ആയിട്ടേ ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ? ഒരാഴ്ച അല്ലേ? ഉദ്ഘാടനം ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടേ ഉള്ളൂ. 2 ആഴ്ച ആയിട്ടേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതിന്റെ പണി നടക്കുമ്പോഴല്ലേ ഇതിലേ വന്നിന്. അപ്പൊ ഇനി എങ്ങനെയുണ്ട് വാക്ക് വേ എന്ന് കാണാൻ വേണ്ടിട്ട് നൈറ്റ് തന്നെ നൈറ്റ് വന്നാലേ അതിന്റെ ഒരു രസം ഉണ്ടാവും. ആ ഭംഗി കാണാൻ പറ്റും ലൈറ്റെല്ലാം ഇട്ടിട്ടുള്ള. അപ്പൊ നമ്മളിവിടെ എൻട്രിയിൽ നിൽക്കുന്നതാണ്. ഇനി എന്തായാലും ഉള്ളിലേക്ക് പോട്ടെ. അപ്പൊ പോകുമ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ടാന്ന് തോന്നുന്നു ഭയങ്കര തിരക്കുണ്ട്. കടലെല്ലാം ഇങ്ങ് എത്തിയിട്ടുണ്ട്. നോക്കിയാ വണ്ടി ഓടിക്കുന്ന സ്ഥലമാണ്. കടലിങ്ങ് എത്തിയിട്ടുണ്ട്. നമുക്ക് ഇതിലെ പോവാൻ പറ്റുമോ? വണ്ടിയെല്ലാം പോകുന്നുണ്ട്. എന്താ ഇടുന്നേ? അങ്ങ് കണ്ട ഒരു ലൈറ്റ്, ആടത്തേക്കാ നമുക്ക് പോണ്ടേ. ഗൈസ്, വെള്ളം ഇടം വരെ കേറിയിട്ട് നമുക്ക് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മള് സ്കൂട്ടി അല്ലേ, പിന്നെ കുഞ്ഞൂട്ടനെല്ലാം ഉള്ളതുകൊണ്ട് കുറച്ച് റിസ്ക് ആയില്ലൂട്ട പോകുമ്പോ. കണ്ട കടല് കേറിയിട്ടുണ്ട് നല്ലോണം. വലിയ ഇടയെല്ലാം നമ്മള് വണ്ടി ഓടിക്കുന്നല്ലേ, അങ്ങത്തോളം കൊറേ ഇവിടുന്നും കൊറേ മീറ്റർ അവിടം വരെ വണ്ടി ഓടിക്കുന്നതാണ്. നമുക്ക് ആ ലൈറ്റ് കാണുന്ന അവിടെ എത്തണ്ടേനി. നമുക്ക് പോകാം. ഉണ്ടാളാ ഇത് മറ്റേ ബീച്ച് ഫെസ്റ്റിന്റെ ടൈമില് വന്നതാന്നാ തോന്നുന്നത്. ബീച്ച് ഫെസ്റ്റ് കഴിഞ്ഞിട്ട് 10-15 ദിവസമായില്ലേ? 10-15 എന്നാ ഡെയിലി ഉണ്ടാവും കുതിര ഇടാ. സവാരി ഉണ്ട്. ഓഹോ, കുതിര സവാരി എല്ലാം ഉണ്ട് ഗൈസ്. നമ്മള് വരാത്തോണ്ട് ഒന്നും തിരിയുന്നില്ല. അതാ പാർക്കിങ് നോക്കിയാ ഇങ്ങനെ അങ്ങത്തോളം ഇവിടെ സ്ലിപ്പല്ല. ഒരുപാട് ആൾക്കാരുണ്ടാവുമ്പോ കുഞ്ഞൂട്ടനെ കടലിൽ മുക്കാൻ പോന്ന. രാത്രി ആയോണ്ട് ഞാൻ വിട്ടിട്ടില്ല മുക്കാൻ വേണ്ടിട്ട്. ഷൂ ഒന്നും ഊരാൻ കഴിയല്ല. അങ്ങനെ നമ്മളിതാ ഈ പാർക്കിങ്ങിന്റെ എല്ലാ ഇടയില് ഒരു സ്ഥലം കണ്ടുപിടിച്ച് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. വേറൊരു വണ്ടിയും പാർക്ക് ചെയ്യാൻ വിടാണ്ട് നമ്മളെ വണ്ടി മാത്രം പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കൊറേ സംഭവം ഉണ്ടല്ലോ.
നമ്മൾ അങ്ങനെ ഇതാ എത്തിയിരിക്കുന്നു. ഇത് വലിയ നല്ല വീതി ഉണ്ടല്ലോ അല്ല, വീതി ഉണ്ട് ഒരുപാട്. ഹായ് മുത്തപ്പനാ? ആ അതെ, ഇതാ കേറുമ്പോ തന്നെ എൻട്രിയിൽ ഇതാ ഇവരൊക്കെ ഉണ്ട്. നല്ല രസമുണ്ടല്ലോ അർച്ചി, നല്ല രസമുണ്ട്. കുറേ സ്ഥലമുണ്ട്. ഞാൻ കോഴിക്കോട് ബീച്ചിലെല്ലാം കുറച്ച് വീതി ഇത്രയും ഇല്ല, കുറച്ചേ സ്ഥലമുള്ളൂ. ഇവിടെ നല്ല വീതിയിൽ നല്ല വിസ്താരമായിട്ട് സ്ഥലമുണ്ട്. നല്ലൊരു വൈബല്ല. നീ തള്ള വൈബായ എന്റെ വൈബാണോ? നമ്മളെ വണ്ടി കളിക്കാൻ വേണ്ടിട്ട് ചെറിയൊരു പാർക്ക് സെറ്റപ്പ് എല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ അത് നോക്കാൻ വേണ്ടിട്ട് പോന്ന. നല്ല രസമുണ്ട് കേട്ടാ, ഒരുപാട് ആളും ഉണ്ട്. നല്ല രസമുണ്ട്. ഈ സൈഡിൽ മൊത്തം പുല്ലെല്ലാം പിരിച്ചിട്ട് നല്ല രസമുണ്ട്. കുഞ്ഞൂട്ടന് ഭയങ്കര ഇഷ്ടാവും ഇത്, കളിക്കാനുള്ള സ്ഥലമെല്ലാം ഉള്ളോണ്ട്. കുട്ടിയൊക്കെ ചെയ്യാൻ വേണ്ടിട്ട് ഒരുപാട് ആക്ടിവിറ്റീസ് എല്ലാം ഉണ്ട് ഇവിടെ. അവർക്ക് ബോറിങ് ആവൂല എന്തായാലും വന്നാല്. കൊറേ ഉണ്ടട്ടോ, അങ്ങനെ ഇങ്ങത്തോളം ഉണ്ട് ചിൽഡ്രൻസിന് കളിക്കാനുള്ള ഓരോ വെറൈറ്റി ആക്ടിവിറ്റീസ്. എടാ നീ കരുതേല് ഇതൊന്ന് നോക്കിയാട്ടെ, ഞാൻ ആദ്യമായിട്ട് ഇത് കാണുന്നേ. നല്ല രസമുണ്ടല്ലോ. ഓ, അങ്ങറ്റത്ത് നിന്ന് ഇങ്ങറ്റം വരെ വരണം. ആഹാ, ഓ ഇല്ല പേടിക്കണ്ട, കുഞ്ഞൂട്ടൻ നിർത്തുന്നില്ല. കുഞ്ഞൂട്ടൻ ഒരേ ആവേശായി. ഓ ആവേശായി. ആ നടത്തത്തിന്റെ സ്റ്റൈലാ. കുഞ്ഞൂട്ടൻ ആ സ്ലൈഡർ കയറിയിട്ട് ഇറങ്ങുന്നേ ഇല്ല. ഒരുപാട് കളിക്കുന്ന സാധനമുണ്ട്, ഒരുപാട് കളിക്കുന്ന സാധനമുണ്ട്. ഇവനൊരേ കളിക്കുന്ന മൂഡിലല്ലേ. സ്ലൈഡർ കയറണമെന്ന് സ്ലൈഡ്. ഓ, അപ്പൊ നമ്മൾ ഇത് മൊത്തം ഒന്ന് നടന്ന് കാണട്ടെ. നിങ്ങൾക്ക് കാണിച്ചു തരാം കുറച്ച്. ഇനി അങ്ങോട്ട് കൊറേ ഉണ്ട് നടക്കാൻ. നോക്കാം. എടാ എടാ എടി പോന്നേ. ഹർഷിത കാണുന്നത് ഫുഡ് കോർട്ടാട്ടോ. ഇത് അതാ, അത് ഫുഡ് കോർട്ടൊന്നും ഓപ്പൺ ആയിട്ടില്ല. അപ്പൊ അത് എന്നെ ഓപ്പൺ ആവുമെന്ന് വിചാരിക്കാം. അപ്പോ ബാക്കി അല്ലാണ്ടുള്ള ഐസ്ക്രീം പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളെല്ലാം അല്ലാണ്ട് വിൽക്കുന്നവരുണ്ട്. നമ്മളിപ്പോ നടന്നിട്ട് ആൾക്കാരെല്ലാം നമ്മളെ നോക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്ന. എനക്ക് കുറച്ച് നാളാവുന്നുണ്ട്. നമ്മള് നടന്നിട്ട് ഇതാ അതിന്റെ എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. വോക്ക്വേന്റെ എൻട്രി അല്ല, എൻട്രി അല്ലാന്നാ ഇവള് പറയുന്നത്. എനക്ക് കണ്ടിട്ട് എൻട്രി പോലെയുള്ളത്. നോക്കാം നമുക്ക്, ഞാൻ കാണിച്ചു തരാം. ഇതാ ഇതല്ല എൻട്രി അർഷീത. അതാ നോക്ക്, ഇവിടെ ഒരു വലിയൊരു ബിൽഡിംഗ് പോലെ. അല്ല, ഇവളെന്നെ പുച്ഛിച്ച് തള്ളുന്നു. നോക്കട്ടെ, ഇതാ ഇലേ കയറിക്കൂടെ എൻട്രി. ഇതാ എൻട്രിയാ പോലും. ഇതാ മാറ്റി മാറ്റി. ശരിയായ എൻട്രി. ഓ, അങ്ങറ്റത്താ എൻട്രി കേട്ടാ. ഞാനീ പറഞ്ഞത് എൻട്രി ഒന്നുമല്ല, അതെന്തോ ഓ അങ്ങനെ പ്രധാന എൻട്രി ഒന്നുമില്ല. ഞാൻ പറഞ്ഞുതരാം. അങ്ങ് എഴുതിയിട്ടുണ്ട് എന്തെല്ലാം ഉണ്ടേന്നല്ല. അങ്ങനെയുള്ള എൻട്രി എല്ലാം മെയിൻ ആയിട്ടുള്ള എൻട്രി അങ്ങറ്റത്തുണ്ട്. നമ്മള് കയറിയതല്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറഞ്ഞതും അല്ല എൻട്രി എന്നാണ് ഇവര് പറയുന്നത്. അല്ലാണ്ട് തന്നെ കേറാൻ വേണ്ടിട്ട് വേറെ സ്ഥലമുണ്ട്. ഇതാ ഇതിലെ കയറിക്കൂടെ. ഇത് കേറാം.
അതല്ലേ പറഞ്ഞേ ഓക്കെ. ആ വഴി, എൻട്രി അല്ല വഴി. ഇതാണേ. ഇതാ ഇവിടെ കൊറേ സംഭവം എല്ലാം ഉണ്ടട്ടാ. എന്തായാലും നല്ല സെറ്റപ്പാണ്. കുട്ടികളെല്ലാം കൂട്ടിട്ട് വന്നിട്ടുണ്ടെങ്കില് നമ്മൾ ഇവിടുന്ന് പോക്കുണ്ടാവൂല. അത്രക്ക് കളിക്കേണ്ട പാർക്ക് പോലെ കളിക്കേണ്ട സാധനങ്ങളും ഉണ്ട്. പിള്ളേരാണെങ്കിൽ വരുവേ ഇല്ല, അങ്ങനത്തെ കളിയായിരിക്കും. ഈ കുഞ്ഞൂട്ടൻ തന്നെ വരുന്നുണ്ടായിട്ടില്ല. 3-4 വയസ്സുള്ള തൊട്ടുള്ള പിള്ളേരാണെങ്കിൽ പിന്നെ വരുവേ ഇല്ല വീട്ടിലേക്ക്. പക്ഷെ നല്ല രസമുണ്ട്. നമ്മൾ കുറച്ച് അങ്ങോട്ട് നടന്നിട്ട് തിരിച്ചു പോകും. ഇല്ല ഇതാ ഇതിലൂട്ട തിരിച്ചു പോകും. കുഞ്ഞൂട്ടൻ ഇതാ ഉറങ്ങേണ്ട സമയമായിട്ടുണ്ട്. വരുമ്പേ ഉറക്കത്തിലേനുള്ള. നമ്മളെ ബീച്ച് കണ്ട ഗൈസ്. ഇത് നമ്മളെ മുഴപ്പിലങ്ങാട് ബീച്ചാണ് ഏഷ്യയിലെ ഏറ്റവും ലാർജസ്റ്റ് ഡ്രൈവിംഗ് ബീച്ച്. അത് നമ്മളെ വീട്ടിന്റെ അടുത്താണ്. കണ്ട ഇങ്ങോട്ട് ഇത്രയും ദൂരമുണ്ട്, അങ്ങോട്ട് അത്രയും ഇനി നടക്കാനുണ്ട്. ഇനി നടക്കാനൊന്നും കഴിയില്ല, നടന്നു മടുത്ത്. ഇത്ര കുറച്ച് നടക്കുമ്പോ തന്നെ മടുത്ത്. നല്ല രസമുണ്ട് എന്തായാലും. ഇനിയിപ്പോ അമലെല്ലാം വന്നിട്ട് നമുക്കൊപ്പരം ഒന്നും കൂടെ ഫാമിലി ആയിട്ട് വരണം. കുഞ്ഞൂട്ടനെ ഹർഷി ഇവിടെ ഭയങ്കര കളിയില്ലാന്നുള്ള. ഇനി ഒരു ഐസ്ക്രീമും കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോവാ. എന്തായാലും ഇവളിതാ കുഞ്ഞൂട്ടന്റെ കാല് മുക്കാൻ പോന്ന്. അങ്ങാ തരാ. ശരിയാ, വേണ്ടണ ഹർഷി. മണ്ണാറ്റായിട്ടുണ്ടെങ്കില് എന്താ തിരക്ക് വേണ്ടി വെയിറ്റിംഗാ. അയ്യേ ചമ്മി. മതിയണേ മുക്കണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ബാ, ഇതാ ചളിയായി. ഐസ്ക്രീമും കൂടെ വാങ്ങിട്ട് നേരെ വീട്ടിൽ പോട്ടെ. എന്താ വേണ്ട ഹർഷിക്കെന്താ? ഇന്നത്തെ വീഡിയോ നമ്മളൊരു മാംഗോ ബാറും കൂടെ കഴിച്ചിട്ട് എന്ത് ചെയ്യാണ്. ആൾക്കാരെല്ലാം എന്നെ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നേരം ബൈ.